ഞാനീ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോണതെന്ന് കേട്ടാലേ, എനിക്കൊരു കല്യാണ ഫംഗ്ഷനുണ്ട്. അതിൻ്റെ ബത്തപ്പാടിലാണ് കേട്ടോ ഞാൻ. എൻ്റെ ബാക്കിൽ നിന്നത് എൻ്റെ മകളാണ്. അവൾ 9th കേട്ടോ പഠിക്കുന്നത്. പിന്നെ ആളുടെ പേര് ശ്രീനന്ദ എന്നാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ കുണുക്കി കുണുക്കി കമ്മലൊക്കെ ഇട്ടേ ഈ കുണുക്കി കുണുക്കി പോണതെന്ന് പറഞ്ഞാൽ 2-3 ഫോട്ടോ എടുക്കാമെന്ന് കരുതി പോണതാണേ. എനിക്ക് 2 സാരി ഉടുത്ത് ഏതെങ്കിലും കല്യാണ ഫംഗ്ഷന് പോയാലേ എനിക്ക് 2-3 ഫോട്ടോ എടുത്തില്ലെങ്കിൽ എന്തോ ഒരു മനസ്സുഖക്കുറവ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ പരിപാടിയാണ് ഏതെങ്കിലും ഒരു കല്യാണ ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് ഈ ഒരു ചെറിയ രീതിയിലുള്ള ഫോട്ടോഷൂട്ട് പോലെയൊക്കെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കും. ഇതൊക്കെ ഒരു മനസ്സുഖം. പിന്നെ എനിക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് അറിയാമോ? ഈ ഒരു ഏരിയയാണ് കേട്ടോ. ഇവിടെ എന്താണെന്ന് അറിയാമോ? ഇവിടെ ഐസ്ക്രീം കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോഴും പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കൂ, ഞാൻ ഓടിപ്പോവില്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇത്. കാരണം എന്താണെന്നറിയാമോ? ഈ കല്യാണ ഫംഗ്ഷന് പോകുമ്പോഴേ എനിക്ക് ഐസ്ക്രീം കുടിക്കേണ്ട പെർമിഷൻ ഉള്ളൂ. പിന്നെ അതാരും കാണത്തില്ലല്ലോ. പിന്നെ അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. അയ്യോ, തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. പിന്നെ കിട്ടിയ പാടെ എവിടെ ഒരു സ്ഥലം കിട്ടി. പിന്നെ അവിടെ ഇരുന്ന് പിന്നെ ഫുഡ് വന്നപ്പോഴത്തേക്കും തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല. ഞാൻ പിന്നെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഫുഡ് കണ്ടാൽ പിന്നെ എനിക്ക് മാനേഴ്സൊന്നുമില്ല. പിന്നെ ഞാൻ മാനേഴ്സ് നോക്കാറുമില്ല. പിന്നെ അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒരു വിധത്തിൽ അവിടെ ഇരുന്ന് കഴിച്ച് പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴും നമുക്ക് കൂടുതൽ അവിടെ ഇരുന്ന് മെഴുകാനൊന്നും പറ്റൂലല്ലോ. കൊള്ളയിടയിൽ കുറച്ച് പെട്ടെന്ന് എണീക്കണമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയപ്പോഴത്തേക്കും ശ്രീകുട്ടിയാണെങ്കിൽ കുറച്ച് ഐസ്ക്രീം കൂടെ വാങ്ങിയേട്ടാ. പിന്നെ ഞാൻ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല. അവളെയൊന്നും കൂടെ കുറച്ച് കട്ടെടുത്ത് കഴിച്ചു. എനിക്ക് ഐസ്ക്രീം മധുരം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്പോ എന്തൊരു ഭ്രാന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് മധുരമൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. ഈ കല്യാണ ഫംഗ്ഷനും ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് കേട്ടോ ഞാൻ നൈസിലെ അങ്ങ് തട്ടണത്. കാരണം വീട്ടിലറിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ എന്തായാലും ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് ശരിക്കും ഈ ഐസ്ക്രീമും ഇങ്ങനെയൊക്കെ കഴിക്കാറുള്ളത്. പിന്നെ അങ്ങനെ പോയപ്പോഴത്തേക്കും മീൻ വാങ്ങിയില്ലല്ലോ. മീൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തിയതാണ് കേട്ടോ. മീനാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് മീൻ കഴിക്കില്ലേ. അപ്പോഴും നമുക്ക് വീട്ടിലത്തേക്ക് എൻ്റെ മക്കൾക്കും ഞാൻ കഴിക്കും അത്യാവശ്യം. പിന്നെ എനിക്കൊരു പട്ടിയുണ്ട്, പട്ടിക്കുട്ടയുണ്ട്. പിന്നെ പൂച്ചക്കുട്ടന്മാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മീൻ വാങ്ങണത്. പിന്നെ ചേട്ടന് വേറെ ഫുഡാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ചേട്ടന് മീൻ, മുട്ട, ഇറച്ചി ഇതൊന്നും കഴിക്കത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് അമ്മ അതാ കൊഞ്ചിരിക്കണമെന്ന് ശ്രീകുട്ടി. അപ്പം പിന്നെ ഞാൻ കൊഞ്ചി ചെന്ന് മാമി കൊഞ്ചിൻ്റെ വില എത്രയെന്ന് കേട്ടപ്പോഴത്തേക്ക് അവർ പറയാണ് 100 രൂപയാണെന്ന്. പിന്നെ 100 രൂപയ്ക്ക് പൈസയും കൊടുത്ത് കൊഞ്ചും വാങ്ങി. പിന്നെ എനിക്ക് 2 കൊഞ്ചും കൂടെ തരുമോ എന്ന് ചോദിക്കാൻ തോന്നി. പക്ഷേ എനിക്ക് പേടിയായി. പിന്നെ ഞാൻ ചോദിച്ചില്ല. പിന്നെ ഇവിടെ ഈ ഒരു മീൻ ചെമ്പല്ലി എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ഈ ഒരു മീൻ ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും കാണാത്ത മീനാണ് കേട്ടോ. അപ്പോൾ ചെമ്പല്ലി, ചേമീൻ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഈ മീനിൻ്റെ. അപ്പോൾ വില ചോദിച്ചപ്പോഴേ തല കറങ്ങി. 2 250 രൂപ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ആ മാമിയെ സോപ്പിട്ട് പറക്കി 3 200 രൂപയ്ക്ക് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഒരുപാട് സോപ്പിടാൻ പോയില്ല. നല്ല പുളിച്ച തെറിയാക്കുവേ എനിക്ക്, നമ്മൾ നോക്കണമല്ലോ. പിന്നീട് അവിടുന്ന് അതെല്ലാം വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോണ ബത്തപ്പാടാണ് കേട്ടോ. അയ്യോ, ഈ മീന് സാധാരണ ഞാനല്ല കേട്ടോ മീൻ വാങ്ങണത്. എനിക്ക് അമ്മയാ ആരെങ്കിലുമൊക്കെ മീൻ വാങ്ങിക്കൊണ്ട് വരണതാണ്. എനിക്ക് ഈ ബാർഗെയിൻ ചെയ്ത് മീൻ വാങ്ങാനൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അവർ പറയുന്ന ആ ഒരു റേറ്റിന് തന്നെ ഞാൻ ആ മീൻ വാങ്ങും. കാരണം ഞാനത് ബാർഗെയിൻ ചെയ്യാൻ നിൽക്കില്ല. പിന്നെ ഒന്നാമത് അവരുടെ വായിലിരിക്കുന്ന കേക്കിൻ്റെ അതുമല്ല, പാവം അവർ കഷ്ടപ്പെട്ടല്ലേ കൊണ്ടുവരണത്. പിന്നെ നമ്മൾ എന്തിനാണ് അതിന് ബാർഗെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവർ പറയണ വിലയ്ക്ക് തന്നെ ഞാൻ വാങ്ങും കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ വീട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ ഒരു ആശ്വാസം. എൻ്റെ ദൈവമേ, കഴുത്ത് വരെ എത്തിയെന്ന് തോന്നണം കേട്ടോ ഫുഡ് കഴിച്ചത്. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഓടി ഒരാൾ വരെയാണേ, കരിമുഞ്ചി. പിന്നെ അവളെ ഞാൻ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരുന്നപ്പം കാണാം അടുത്ത ആൾ വന്നു, നമ്മുടെ പുള്ളിക്കാരിയെ എടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും കാണാം അടുത്ത ആൾ വന്ന് നമ്മുടെ വെള്ളപ്പൻ. ഈ പുള്ളിക്കാരിയും കരിമുഞ്ചിയൊക്കെ നമ്മൾ എടുത്താൽ കുഴപ്പമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ഈ വെള്ളപ്പനെ എനിക്ക് ആളത്ര പന്തിയല്ല കേട്ടാ. നമ്മുടെ കയ്യിലൊന്നും ഇരിക്കൂല. അങ്ങനെ ഞാൻ അതിനെ വലുതായിട്ട് അങ്ങനെ എടുക്കൂല. അപ്പോഴാണ് വെളിയിലൊരു ഇമ്പേ വിളി.
പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല, ഓടിച്ചെന്ന് നമ്മളെ കണ്ടപ്പോഴേ ഒരുപാട് സമയം കൊണ്ട് കാണാതെ ഇവിടെ ആരും ഇല്ലായിരുന്നല്ല. അപ്പോൾ നമ്മളെ കണ്ട ഉടനെ ഉള്ള സ്നേഹപ്രകടനമാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ ഷീക്കുട്ടിയാണെങ്കിൽ ഓടിച്ചെന്ന് അതിൻ്റെ അടുത്ത് ഓടിപ്പോയേ. പിന്നെ കുറേ സമയമൊക്കെ അവിടെ ഇരുന്ന് അവളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് പിന്നെ ഞാൻ വെള്ളം കൊടുക്കാതെയാണ് കേട്ടോ പോയത്. വൈകിട്ട് ഉച്ചയ്ക്ക് വെള്ളം കൊടുത്തു, വൈകിട്ട് അഴിച്ച് കെട്ടി പിന്നെ ഈ വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പോയത് കേട്ടോ. ഇട്ട് കൊടുത്ത് പിന്നെ വെള്ളം കൊടുത്തില്ല, വെള്ളം വന്നിട്ട് കൊടുക്കാമെന്ന് കരുതി. പക്ഷേ വന്നപ്പോഴത്തേക്ക് രാത്രിയാവുകയും ചെയ്തു കേട്ടോ. പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല, ശകലം വെള്ളം ചൂടാക്കി അവൾക്ക് പുണ്ണാക്കൊക്കെ എടുത്തിട്ട്, പക്ഷേ ഞാൻ പുണ്ണാക്ക് ഇട്ടിട്ട് പോവാൻ മറന്നുപോയി കേട്ടാ. പിന്നെ പുണ്ണാക്കൊക്കെ എടുത്തിട്ട് ഒരു വിധത്തിൽ വെള്ളമൊക്കെ കൊടുത്ത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ആ ഒരു സ്നേഹപ്രകടനമാണേ അത്. പിന്നീട് ഈ പുണ്ണാക്കൊക്കെ ഞാൻ ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ ഒരിതുണ്ടായിരുന്നു കേട്ടോ, ഒരു എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ടല്ലേ ആ പുണ്ണാക്കൊക്കെ എടുത്തിട്ടത്. പിന്നെ കൊന്ന് പറക്കി കൊടുത്തപ്പോഴും ഒരു സമയമായേട്ടാ. എൻ്റെ പൊന്നോ, എവിടെയെങ്കിലും പോയാൽ പിന്നെ എനിക്ക് പിന്നെ തലവേദനയുടെ പൂരപ്പറമ്പാണ് കേട്ടോ. ഒരു വിധത്തിൽ തലവേദന എടുത്ത് അവിടെ ചെന്നിരുന്ന് ഞാൻ കരുതി ഒരു തേയിലേക്ക് ഇട്ട് കുടിച്ച തലവേദന മാറണമെങ്കിലാ. പിന്നെ കുറച്ച് വിക്സൊക്കെ തുരത്തി നെറ്റിയിലൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് സമയം ഇരിക്കാമെന്ന് കരുതി കേട്ടാ. ഇരിക്കാമെന്ന് പറഞ്ഞ് വന്നതാണേ. ഇനി ഇന്നത്തേക്ക് എനിക്ക് മീനൊക്കെ വെട്ടി കഴുകാനൊന്നും വയ്യ. സത്യം പറഞ്ഞാൽ ഇനി ഞാൻ നല്ല ക്ഷീണിച്ചാണ് കേട്ടോ വന്നത്. ഇനി നാളത്തേക്ക് തന്നെയല്ല, അപ്പോഴും നാളത്തേക്ക് വെട്ടി കഴുകാം. അപ്പോൾ നാളെ ഇവർക്ക് ഊണ് കൊടുത്തയക്കുമ്പോഴത്തേക്ക് ഈ മീൻ പൊരിച്ച് കൊടുത്തയക്കാമെന്നാണ് ഞാൻ കരുതണതേ. ഇവരാദ്യം പഠിപ്പിച്ച സ്കൂളിലാണെങ്കിൽ മീൻ, മുട്ട, ഇറച്ചി ഒന്നും കൊണ്ടുപോയിക്കൂടെ കേട്ടോ. ഇപ്പം ഉള്ള സ്കൂളിലാണെങ്കിൽ ഇതൊക്കെ കൊടുക്കാം. അപ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസം. 2-3 കറികളൊക്കെ കുറച്ച് വെച്ചാൽ മതിയല്ലോ. മറ്റേതാണെങ്കിൽ രാവിലെ എണീറ്റ് 2-3 ഐറ്റംസൊക്കെ വയ്ക്കണ്ടേ. അപ്പോഴത്തേക്കും ഇവിടെ എന്തായാലും ഞാൻ 2-3 ഐറ്റംസൊക്കെ വയ്ക്കും. കാരണം ചേട്ടൻ മീൻ, മുട്ട, ഇറച്ചിയൊന്നും കഴിക്കാറില്ലല്ലോ. അതുകൊണ്ട് ചേട്ടന് വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ കറികളൊക്കെ ആക്കും കേട്ടോ. പിന്നെ നമുക്ക് മാത്രമാണെങ്കിൽ കുറച്ച് മതിയല്ല. പിന്നെ നമ്മൾ മാത്രമാണ് കേട്ടോ മീൻ കഴിക്കണത്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ, സി യു.